നമസ്കാരം. ഞാൻ ഡോക്ടർ ഉഷാകുമാരി, സർക്കാർ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു പ്രിൻസിപ്പലാണ്. ഞാനിപ്പം ഡോക്ടർ ബിജോയ്സ് ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്നു. ഒരു 25 വർഷത്തിന് മുമ്പേ എനിക്ക് ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നിരുന്നു. അന്ന് എനിക്ക് എൻ്റെ നട്ടലിന് വഴക്കമില്ല, ഒരു ബാംബൂ സ്പൈൻ എന്ന് പറയുന്നൊരു കണ്ടീഷനായിരുന്നു. അന്ന് ഇവിടുന്ന് മരുന്ന് കഴിച്ചാണ് ഞാൻ ഈ 30 വർഷം എൻ്റെ സർവീസിൽ വേറെ നട്ടലിൻ്റെ സംബന്ധിച്ചുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കടന്നു പോയത്. സർവീസിലിരിക്കുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാമെന്നുള്ള ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അക്വയർ ചെയ്ത എല്ലാ ഡിസീസസും പുറത്ത് വരുന്നത്. അപ്പോൾ ഈ അടുത്ത് എൻ്റെ അമ്മയ്ക്ക് പനിയും കഫക്കെട്ടുമായിട്ട് ഞാൻ ഡോക്ടർ ബിജോയ്സ് ഹോസ്പിറ്റലിൽ അലോപ്പതി ആൻറ്റിബയോട്ടിക്കൊക്കെ പരീക്ഷിച്ച് ഫലം കാണാഞ്ഞിട്ട് ഞങ്ങൾ ആയുർവേദത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സയായിട്ട് ഞങ്ങളൊരു 9 ദിവസം ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ ആയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ അമ്മയ്ക്ക് സുഖമായി വരുന്ന അനുസരിച്ചാണ് എൻ്റെ അസുഖത്തിൻ്റെ തീവ്രത ബോധ്യപ്പെടുകയും എന്നാൽ ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ, അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടറുടെ മകൾ ഉണ്ട്, ഡോക്ടർ ബിജോയും ഡോക്ടർ മകൾ ഗായത്രി ബിജോയും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വണ്ടികളൊക്കെ സർവീസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ശരീരത്തെ ഇങ്ങനെ ഈ 10-60 വർഷം ഇങ്ങനെ ഓടിച്ചതല്ലേ, അപ്പോൾ ഒരു ഡീടോക്സിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും എനിക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. 2-3 ദിവസം ഞാനിവിടെ അഡ്മിറ്റായിട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് പോയി വന്ന് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ശരീരത്ത് ഇവരെ കിഴിയിടാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് എൻ്റെ ശരീരത്തിൻ്റെ വേദന ഞാൻ തിരിച്ചറിഞ്ഞത്. കൈമുട്ട്, കാൽമുട്ട്, അങ്ങനെ പല ജോയിൻറ്റുകളും അതിതീവ്രമായ വേദന കൊണ്ട് തടവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദനയായിരുന്നു. നീർ കെട്ടിക്കിടക്കുന്ന പോലെയാണ്. നമ്മളിതിപ്പം യോഗയൊക്കെ ചെയ്യുമ്പം ഫുള്ള് ചെയ്യാൻ പറ്റത്തില്ല. വേദന ഇങ്ങനെ ഉള്ളതുകൊണ്ട് യോഗയിലൊന്നും ഒരു 100% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്നെ അലട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ തടവി, അപ്പോൾ ഇവിടെ തടവുന്നവരെ എടുത്ത് പറയേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മളാരും അല്ല ഈ ശരീരത്തെ നിലനിർത്തുന്നത്. നമ്മൾ ആലോചിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ അതിനെ ടോക്സിക് ആക്കുന്നത് നമ്മളാണ്, നമ്മുടെ ഭക്ഷണശീലവും. ഡോക്ടറുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ചികിത്സാ ശൈലി രോഗങ്ങളെന്നാണ് ഡോക്ടർ ബിജോയ് പലപ്പോഴും പറയുന്നത്. ചികിത്സ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ചികിത്സയുടെ അത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമാണോ അല്ലയോ എന്നൊന്നും അറിയാതെ നമ്മൾ അന്നേരം വരുന്ന ഓരോ അസുഖങ്ങളും അന്നേരം മരുന്ന് വാങ്ങി കഴിച്ച് ആ ചികിത്സാ ശൈലിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ പോലും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഏത് ചികിത്സ ചെയ്യണം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ചികിത്സയുടെ കാര്യത്തിലും നമുക്ക് ശരിയായിട്ട് ഒരു ഗൈഡൻസ് ഇല്ല. നമ്മൾ പലതും ട്രൈ ചെയ്യും, ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ കുറച്ച് നാളത്തേക്കൊരു സുഖം കിട്ടും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ശരിയായ ചികിത്സ, ശരീരത്തെ അറിഞ്ഞ് ചികിത്സിക്കുന്ന എവിടെയാണെന്ന് കണ്ടെത്തി ചികിത്സ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. അവിടെയാണ് ഞാൻ ഡോക്ടർ ബിജോയ്സ് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഇപ്പോൾ എനിക്ക് ചെയ്ത തെറാപ്പിസ്റ്റുകളെ കാര്യം എടുത്തു പറയണം. കാരണം പല മസാജ് സെൻറ്ററുകളെക്കുറിച്ച് ഭയമാണ് അവിടേക്കൊക്കെ പോകാൻ. നമുക്ക് ഒരു വിശ്വാസമില്ല, എന്താണ് നടക്കുന്നതെന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ പോകാറില്ല. അതുകൊണ്ട് വേദന സഹിച്ച് കിടന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ തെറാപ്പിസ്റ്റുകൾ, എനിക്ക് നസ്യം ചെയ്തു, അതുപോലെ തന്നെ 4 ദിവസം തടവി, അതിനുശേഷം ഒരു 7 ദിവസം കിഴിയിട്ടു, മരുന്നിൻ്റെ കിഴികൾ. പക്ഷെ അവരുടെ ആ ഒരു അപ്രോച്ച്, കാരണം വളരെ ദൈവികമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ശരീരം നന്നായി നടക്കണമെന്നാണ് അതിൻ്റെ സൃഷ്ടാവ് വിചാരിച്ചിരിക്കുന്നത്, അവിടുത്തെ പ്രവർത്തനങ്ങൾ. പക്ഷെ നമ്മളാണ് അതിനെ അപ്സെറ്റാക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന ഈ തെറാപ്പിസ്റ്റും ഡോക്ടറും എന്താ ചെയ്യുന്നത്, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം അവിടെ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും സുഗമമായി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ട് തന്നെ ഈ തെറാപ്പിസ്റ്റുകൾ, പ്രത്യേകിച്ച് ശ്രീജയും അതുപോലെ തന്നെ രഞ്ജു, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഗായത്രി ബിജോയുടെ നിർദ്ദേശപ്രകാരം അവർ തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ വളരെ നന്ദിയുണ്ട്. എനിക്ക് 3-ാമത്തെ ദിവസം തൊട്ട് വേദനയ്ക്ക് കുറവ് കിട്ടി. ഇപ്പോൾ എൻ്റെ ജോയിൻറ്റുകളൊക്കെ ഫ്രീ ആയി. പക്ഷേ ഡോക്ടർ പറയുന്നത് ഇനി മറുപഥ്യമുണ്ട്,
അതനുസരിച്ച് ബാക്കി കുറച്ച് ദിവസം കൂടെ അത് കീപ്പ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ എൻ്റെ യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയിലാണ് എൻ്റെ ഹെൽത്ത് തിരിച്ചു വരും എന്നുള്ള. പിന്നെ ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളും ഉണ്ട്. അതെന്തായാലും മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഡോക്ടർ ബിജോയ്ക്ക്, അതുപോലെ തന്നെ ഡോക്ടർ ലത, അവരുടെ സേവനം ഇവിടെ ഒരു നല്ല ലാബും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതിന് ആയുർവേദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അലോപ്പതിയും കൂടെ ഇവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഒരു ഫാമിലി, ഡോക്ടേഴ്സ് ഫാമിലിയുടെ കൂട്ടായ ഒരു പ്രവർത്തനം നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ എന്നെ രക്ഷിച്ചതുപോലെ ഇത് ഞാനിപ്പോൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ 25 വർഷത്തെ കേട്ടുകേൾവി ഉണ്ട് എനിക്ക്. മാറാ രോഗങ്ങൾക്ക് ഉള്ള ചികിത്സയാണ് ഇവിടെ ചെയ്യുന്നത് ഡോക്ടർ. സാധാരണ നമ്മളൊരു പനിയൊക്കെ വരുമ്പോൾ ആയുർവേദത്തിൽ പോയി കഷായം മേടിച്ച് കുടിക്കുക, മരുന്ന് കുടിക്കുക എന്നുള്ള രീതിയല്ല ഇവിടെ. ആ രോഗത്തിൻ്റെ റൂട്ട് കോസ് കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം അതിനോട് കണക്റ്റഡായിട്ട് നമ്മളിൽ നിലനിൽക്കുന്ന പല അസുഖങ്ങളും സുഖപ്പെട്ടു വരുന്ന അനുഭവമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കും സഹോദരിക്കും ഒക്കെ ഞങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ കുറച്ച് ഈ നമ്മുടെ ജോലി സംബന്ധമായിട്ട് കുറേ വിട്ട് നിൽക്കേണ്ടി വന്നു, പല സ്ഥലത്തും ട്രാൻസ്ഫറായൊക്കെ പോയതുകൊണ്ട്. പക്ഷേ ഇനിയിപ്പം നമുക്ക് ആരോഗ്യം, റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഹെൽത്തും കൂടെ നോക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ പറയുമായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അമ്മയും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കാണിച്ചാൽ കൊള്ളാം. അമ്മയും ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നതായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അച്ഛന് ഇവിടെ സ്കിൻ അലർജിയൊക്കെ വന്നിട്ട് ഒരു 10-14 ദിവസം പഥ്യത്തോടു കൂടി മരുന്ന് കഴിച്ച് പുതിയ സ്കിന്നൊക്കെ വന്ന് നല്ല സുഖമായ ഒരു ചരിത്രവും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമാണ്. അപ്പോൾ ഇത് നമ്മൾ പറയാതെ തന്നെ ഒരു ലോകപ്രശസ്തമാണ്. ഫോറിനിലൊക്കെയാണ് ആൾക്കാർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ചികിത്സിച്ച് സുഖപ്പെട്ട് പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും എന്നെ അറിയുന്നവർ എൻ്റെ അനുഭവത്തിലൂടെ ഇവിടെ എത്തിപ്പെടണം, അങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നൊരാഗ്രഹമാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. ഈ ആശുപത്രിയും ഇവിടുത്തെ ഡോക്ടർമാരും ഈ സംവിധാനങ്ങളും തെറാപ്പിസ്റ്റുകളും എല്ലാം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നിലനിന്ന് ലോകത്തിന് തന്നെ കുറച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.